എല്ലാ സങ്കടങ്ങളും ഭഗവാന്റെ അടുത്താണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ഈ ബദ്രീനാഥിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹം ഭഗവാനും അറിയാട്ടോ. ഭഗവാന്റെ അടുത്ത് ഇദ്ദേഹം എന്നും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നും അദ്ദേഹം ഭഗവാനോട് ചോദിക്കൂട്ടോ, കണ്ണ നമ്മൾ എന്നാ ബദരിയിലേക്ക് വരുന്നത്, എനിക്ക് അത്ര ആഗ്രഹിച്ചിട്ടല്ലേ പറയുന്നത്, എന്നാ എനിക്കത് വരാൻ സാധിക്കുക, അങ്ങനെ ഒരു അവസരം എന്നാ എനിക്ക് നീ നൽകുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കൂട്ടോ. നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കും ആ ചീത്ത വിഷയങ്ങളിലേക്കുള്ള ചിന്തകളൊക്കെ കുറഞ്ഞിട്ട് നല്ല കാര്യങ്ങളിലേക്ക് വരുന്ന പറയാം. അങ്ങനെ ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നാലും എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്നല്ലേ പറയാ. എപ്പോഴും പരീക്ഷിക്കും, പക്ഷെ ആ സമയമാകുമ്പോൾ നമ്മുടെ കൈ വന്ന് പിടിക്കും, കൈ വിടില്ലാട്ടോ, മുറുക്കെ പിടിക്കും. അങ്ങനെ ഇദ്ദേഹമാണെങ്കിൽ ഈ ഒരു സങ്കടം മനസ്സിലുണ്ടെങ്കിലും കൂടെ ബദ്രീനാഥിൽ പോയി വരുന്ന ഭക്തരുണ്ടല്ലോ, അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയും, ആ പോകുന്ന വഴിയിലുണ്ടായ കാര്യങ്ങളൊക്കെ അറിയും, ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കും. എന്നിട്ട് ഇതെല്ലാം കണ്ണുനീർ വാർത്തിട്ട് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതെല്ലാം കാണുന്ന രീതിയിൽ തനിക്കും ഒരു ദിവസം